എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റായിട്ട്, അതുപോലെ ചെറുപ്പക്കാർ, നമുക്കൊരു ഈ പ്രശ്നം വളർന്ന് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ആക്ച്വലി ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സസീവ് സ്ക്രീൻ ടൈം, അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റീവ് അവേഴ്സ് ഒരുപാട് കുറയുന്നുണ്ട്. ചില ആൾക്കാർ 4, 5, 6 മണിക്കൂറൊക്കെ. അപ്പോൾ ഈ ഡെയിലി നമുക്കൊരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാതെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. സൈക്കോളജിക്കലായിട്ട് നടക്കുന്ന പ്രോബ്ലംസ്, നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രധാനമായിട്ട് ഈ നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി, അത് കൂടെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്ന് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫായിട്ട് വെക്കാം. നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം നോക്കാം. പിന്നെ ഇത് പല ആൾക്കാർക്കും ഡിപ്രഷൻ എക്സസീവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പഠനങ്ങൾ കാണിക്കുന്ന ഒരു അൺഹാപ്പി സോഷ്യൽ കമ്പാരിസൺ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഡിപ്രഷൻസ് വരുന്നു, നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കുറയുന്നു, സെൽഫ് അക്സെപ്റ്റൻസ് കുറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ലോ സെൽഫ് എസ്റ്റീം, നമ്മളിതിൽ കാണുമ്പോഴത്തേക്കും അതിനകത്തുള്ളവരെല്ലാം ഹീറോ ആകുന്നു, നമുക്ക് അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസിൽ കാര്യമായ ഡിപ്പ് വരും. നമ്മളെല്ലാം യുണീക്ക്ലി വേറൊരു സൈഡിൽ നമ്മൾ വിദഗ്ധരായിരിക്കും. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും അതിനകത്തുള്ള വൈദഗ്ധ്യം കാണുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് റിയൽ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി പോകാനുള്ള ഒരു സാധ്യത കുറയുന്നുണ്ട്. പിന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോയാൽ ഫോമോ എന്ന് പറയുന്ന, അപ്പോൾ അത് സ്ട്രെസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ വെയിറ്റ് കൂടും, വിസറൽ ഫാറ്റ് കൂടും, ഹാർട്ടിനെ ബാധിക്കുന്നു, ബി പി വരുന്നു, ഡയബറ്റിക്സ് വരുന്നു. ഇതെല്ലാം സ്ട്രെസ് വരുമ്പം ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഗോളുകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊരു കാര്യമുണ്ട്. പിന്നെ വളരെ മേജറായിട്ടുള്ള ഇഷ്യൂ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ലേറ്റ് നൈറ്റിൽ സ്ക്രോളിങ് ചെയ്ത് അപ്പോൾ അത് നമുക്ക് കമ്പൽസറി ആയിട്ടും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മിനിമം നമ്മൾ ഈ മൊബൈൽ നോക്കുന്ന അവസ്ഥ നിർത്തണം. എന്നിട്ട് മൊബൈൽ സൈലൻറ്റിലായിരിക്കണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 8 മണിക്കൂർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ റിവ്യൂവിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഈ 1 മണിക്കൂർ മുമ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ബുക്കിലേക്ക് നീങ്ങാം. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയ ഉറക്കം വരുമ്പോഴത്തേക്ക് നമുക്ക് വി ക്യാൻ സ്വിച്ച് ഓവർ ടു ദാറ്റ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അറ്റൻഷൻ സ്പാൻ മറ്റുള്ള കാര്യത്തിൽ വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് റീഡ് ചെയ്യാനോ പ്രോഗ്രസ് ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈ പുവർ കോൺസെൻട്രേഷൻ ഇഫക്റ്റ്, അപ്പോൾ ലേണിംഗ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ വർക്ക് നടക്കാറില്ല, ഇല്ലേ, പഠനം നടക്കാറില്ല. പിന്നെ വർക്ക് സെഷൻസ് പ്യുവറായിട്ട് നടക്കത്തില്ല. ഈവൻ നമുക്ക് ക്ലാസ്സിലും കാണാം, അതിനിടയ്ക്കും ആൾക്കാരെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ പഠനങ്ങൾ കാണിക്കുന്നത് മെമ്മറി ഡിക്ലൈൻ ഡ്യൂ ടു മൾട്ടി ടാസ്കിങ്, അതും ഇതും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്കതിൽ നിന്ന് ഈ സിംഗിൾ ടാസ്കിലേക്ക് വരാനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഡിസിപ്ലിൻ വേണം നമ്മൾ ഉപയോഗിക്കുന്നതിന്, എത്രമാത്രം ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഓൺ ഓൺലൈൻ വാലിഡേഷൻ, അത് നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഓഫ്ലൈൻ റിലേഷൻഷിപ്പ് ഒത്തിരി കുറയും ഇത് വരുമ്പോഴത്തേക്കും. പിന്നെ വരുന്നൊരു പ്രശ്നം, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ അഡിക്ഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ, നമുക്ക് വളരെ ഇഷ്ടമുള്ളത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഡൊപ്പാമൈൻ ബ്രെയിനിൽ കൂടും. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം വരും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നല്ല ഡിപ്പ് വരുവാണ്. അപ്പോൾ അത് നമുക്ക് ഡിപ്രഷൻസും മറ്റും ലോൺലിനെസ് വരും, ഓൺലൈൻ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലി ടൈം കുട്ടികളുമായിട്ട്, വൈഫുമായിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള സമയം ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് ഫാമിലി കണക്ഷൻസ് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട്, ഇമോഷണൽ ബോണ്ടിങ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഫോൺ ഫ്രീ ഫാമിലി ടൈം, പ്രധാനമായിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഫാമിലി ഒന്നിച്ചിരുന്ന ഫാമിലി ടൈമിൽ നമ്മൾ ഇത് സൈലൻറ്റിലോട്ട് വിടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഫോണുകൾ അറ്റൻഡ് ചെയ്യരുത്.
പിന്നെ ഈ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് ഒരുപാട് വരുന്നുണ്ട് എക്സസീവ് ഫോൺ യൂസ് കൊണ്ട്. അപ്പോൾ എപ്പോഴും പ്രയോറിറ്റി ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വലിയ ഈ ഡൊപ്പാമൈൻ ഫാക്ടർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോകാൻ വരും. അപ്പോൾ അതുപോലെ തന്നെ ലോവർ വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് ഇൻ്ററപ്ഷൻസ്. അപ്പോൾ ഈ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഗ്ലൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് പേർക്ക് മാത്രമല്ല, വലിയ പെർസെൻ്റാണ്, നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഇനിയും ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കൂടാൻ പോകുന്നതുകൊണ്ട് ഈ അഡിക്ഷനുള്ള ആൾക്കാർ കൂടുതൽ അഡിക്റ്റ് ആവും. അപ്പം അവർക്ക് ഒരു കാര്യം പറ്റുന്ന റെഡ്യൂസ്ഡ് അക്കാഡമിക് പെർഫോമൻസ് എമംഗ് സ്റ്റുഡൻസ്, ലിമിറ്റ് സോഷ്യൽ മീഡിയ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് സ്റ്റഡി ടൈം നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഡിസിഷൻ ഫറ്റീഗ്, എക്സസീവ് ഡിജിറ്റൽ സ്റ്റിമുലേഷൻ വന്നിട്ട് നമുക്ക് എല്ലാം ഡിജിറ്റൽ ഹാബിറ്റായി പോകുമ്പോഴത്തേക്കും അത് പലതും ഓർമ്മയിലോട്ട് നിൽക്കത്തുമില്ല, നമുക്ക് ജീവിതത്തിന് അത് പ്രയോജനപ്പെടുത്തുമില്ല. പിന്നെ ബോഡി ഇമേജിൻ്റെ കാര്യത്തിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ചില കോണ്ടൻസ് കാണുമ്പോഴത്തേക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ക്രിയേഷൻസ്. അപ്പോൾ ഈവൻ നമുക്കിപ്പോൾ ഈ പിന്നെ ഫോൺ അഡിക്ഷനിൽ കൂടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിഫറൻ്റ് ആകുന്നതുകൊണ്ട് അവർക്ക് ആ ലൈഫിൽ സാറ്റിസ്ഫൈ അല്ലാതെ ഒത്തിരി പേര് തെറാപ്പിക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുവാണ്. പക്ഷേ ഇത് ക്രിയേറ്റഡ് ആണ്, ഇത് റിയൽ അല്ല എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. ഒരാഴ്ച കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ചില ഡ്രഗുകൾ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്താന്നുള്ള കാര്യമൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ അതുപോലെ സൈബർ ബുള്ളിങ്, അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്ന ട്രോമ വരും, പിന്നെ ബ്ലോക്കുകൾ വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സപ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നൊരു ഡൊപ്പാമൈൻ സൈക്കിളുണ്ട്. അപ്പോൾ ഒരു കമ്പൽസീവ് ചെക്കിങ്, ഒരു ഡിജിറ്റൽ ഡീടോക്സ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് നല്ലത്, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോപ്പാമൈൻ റഷ് ഉണ്ടാകുകയാണ്, സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മുടെ പ്രധാന വർക്കിംഗ് ടൈം എല്ലാം ഇതിനകത്ത് പോകും. അപ്പം അതുകൊണ്ട് നമുക്കതിനെ പലതായിട്ട് ഭാഗിക്കാം. നമുക്കൊരു ഇൻഫോർടൈൻമെൻ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്, അതാണ് നമുക്ക് ഇൻഫർമേഷനും കിട്ടി. എഡ്യൂട്ടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ഫാക്ടറുണ്ട്, എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും കൂടെ ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ അതിനിടയ്ക്ക് പിന്നെ നമുക്ക് കൺസ്യൂമർസത്തിൻ്റെ ഓവർ സ്പെൻഡിങ്, ഈ ഇൻഫ്ലുവൻസ് വഴി നമുക്ക് വരുന്ന, നമുക്ക് നീഡ് ഉണ്ടാച്ചിട്ടല്ല, നമ്മൾ റിയൽ ട്രെൻഡ് ഉള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് എൻഡ്ലെസ് കോണ്ടൻറ്റ് ഇങ്ങനെ വീണ്ടും, അപ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ഓതൻറ്റിക് ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ഡെയിലി ഓഫ് ടൈം നമ്മൾ എത്രമാത്രം ക്രിയേറ്റീവ് ടൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കണക്കുകൂട്ടൽ വേണം. പിന്നെ അടുത്ത് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, ഐ സ്ട്രെയിൻ, നെക്ക് പെയിൻ, ഇനാക്ടിവിറ്റി. പിന്നെ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ 20-20-20 ഐ റൂളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നടപ്പിലാക്കിയാൽ കുറച്ചുകൂടെ ഇതായിരിക്കും. പിന്നെ ഈ പ്രൈവസി നഷ്ടപ്പെടുന്നു, സൈബർ സെക്യൂരിറ്റിയിലുണ്ടാകുന്ന റിസ്ക് നമുക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. പേഴ്സണൽ ഇൻഫർമേഷൻ പലപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരുന്നു. സ്ട്രോങ് പാസ്വേഡ് ഇട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ ബേൺ ഔട്ട്, അപ്പോൾ ക്രോണിക് സ്ട്രെസ്സ് ഫ്രം ഈ ഓവർ ഇൻഫർമേഷൻ. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡാണ്. നമുക്ക് ബ്രെയിനിന് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു 10 times ഒക്കെയാണ് ഇൻഫർമേഷൻ ഒരു ദിവസം നമ്മളിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വളരെ യൂസ്ഫുൾ ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്ത് ലൈഫിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, മെഡിറ്റേഷൻ്റെ ഇത് വരുന്നു, റിലാക്സേഷൻ്റെ പ്രശ്നം വരുന്നു. ഇതെല്ലാം നമുക്കിതിനെ ലിമിറ്റ് ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ, അപ്പോൾ അത് എത്രമാത്രം ഹെൽത്തിനെ ബാധിക്കുന്നു, ഇല്ലെങ്കിൽ വാക്കിനെ ബാധിക്കുന്നു, ഇല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ ഹെൽപ്പുകൾ എടുക്കണം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പുകൾ എടുക്കണം. ചിലപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT ഒക്കെ നമ്മൾ ഉപയോഗിച്ച് വേണം നമുക്ക്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചസ് ഉണ്ട്, അത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി ആവറേജ് ഗ്ലോബൽ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എല്ലാവരും തന്നെ 2 hours എങ്കിലും അതിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ടീനേജേഴ്സിനിടയ്ക്ക് കുറച്ചുകൂടെ ഹയർ യൂസാണ്.
യങ് അഡൽട്ടിനകത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ഹെവി സോഷ്യൽ മീഡിയ പലപ്പോഴും ആങ്സൈറ്റിയും ഡിപ്രഷനും പൂവർ സ്ലീപ്പും ഒരു ലോവർ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പഠനങ്ങൾ, ആ പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു റിവ്യൂ. അപ്പോൾ ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഈ ഫോൺ നമ്മളെ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിരിക്കും. നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സൈലൻറ്റിൽ പോകണം. ഒരുപാട് പേര് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം എന്നെ റീച്ച് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൾ വന്ന് അവിടെ കാണും, ഞാൻ തിരിച്ച് വിളിക്കും. അപ്പോൾ ചില ആൾക്കാർ പാസീവ് സ്ക്രോളിങ്, അപ്പോൾ അതും നമുക്ക് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഏണിങ് കൂടുതൽ തരുന്ന ആ ഏരിയ മാത്രം യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന പോലെ അല്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂട്യൂബ് സഹായിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്കതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ യൂട്യൂബിൽ വരുമ്പം ആരും ഒരു ഫുൾ ടോപ്പിക്കിൻ്റെ ഡെപ്തിലേക്ക് പോകാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു നോളജിൽ പോകും. അപ്പോൾ നമുക്ക് പലപ്പോഴും അത് ലേണിംഗ് കോഴ്സുകളിലേക്ക് നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലേണിങ്ങിലേക്ക് കുറച്ചുകൂടെ കൂടുതൽ പോകണം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരുപാട് കുറയും, ഇമോഷണൽ ബോണ്ടിങ് കുറയും. അപ്പോൾ എനിക്കിതിന് ഫൈനലി പറയാനുള്ളത്, നമുക്ക് ഈ ടെക്നോളജി നമ്മളൊരു വളരെ പവർഫുൾ സെർവൻ്റായിട്ട് ഉപയോഗിക്കണം. പക്ഷേ ഇപ്പോൾ പലർക്കും അതൊരു ഡേഞ്ചറസ് മാസ്റ്ററായിട്ട് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു ടൂള് മാത്രമായിരിക്കണം ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കുന്ന, ഇല്ല നമ്മുടെ റിലേഷൻഷിപ്പിനെ വീക്കൺ ചെയ്യുന്ന, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായി പോകരുത്. വളരെ നമ്മൾ ഡിസിഷൻ എടുത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകണം. നമുക്ക് ഈ ഓവർ ഇൻഫർമേഷൻ, എല്ലാ ന്യൂസുകളും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലയിൽ മാത്രം മതി. പത്രങ്ങളാണെങ്കിലും ഇത് തന്നെയാണ്. ടോട്ടൽ മീഡിയ പറയാം, നമുക്ക് ടി വി ആണെങ്കിലും ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്, പക്ഷെ നമ്മളെ ഗ്ലൂ ചെയ്യിക്കും, അവിടെ പിടിച്ചിരുത്തി കളയും നമ്മൾ തുറന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ടി വി ഉപയോഗിക്കാറേ ഇല്ല. അപ്പം അതിതുകൊണ്ടാണ്, കാരണം നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ലിമിറ്റ് ചെയ്ത് മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. പ്രൊഡക്റ്റീവ് ടൈമുകളിലൊന്നും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. എൻ്റെ സ്റ്റുഡൻസും ഒത്തിരി പേര് അങ്ങനെയാണ്. അവർ പ്രൊഡക്റ്റീവ് ടൈമിൽ മാത്രമാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് ഫോണൊക്കെ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് ആക്സൻ്റൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് അതൊക്കെ നല്ല എക്സലൻറ്റ് ചാനൽസ് ഉണ്ട്. മുംബൈ ബേസ്ഡ്, ഓസ്ട്രേലിയൻ, ഇങ്ങനെ പല ചാനൽസ് ഉണ്ട്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഇന്ന് നിൽക്കുന്നതിൽ നിന്നും അടുത്ത ഓർബിറ്റിലേക്ക് വീണ്ടും പോകാനുള്ള ഒരുപാട് ഐഡിയാസ് നമുക്കിതിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ, അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല വശങ്ങൾ ഉപയോഗിക്കുകയും ഇതിൻ്റെ മോശം വശങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാൻ കഴിയട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.